എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 30/12/2022 ഞാൻ MCOM കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്യണുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞാനിരുന്നുകൊണ്ട് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ കുറേയേറെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് മാർച്ചൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് നേഴ്സിംഗ് പ്രൊഫഷൻ നോക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് MCOM ആണ്. അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് അതെങ്ങനെ ശരിയാവും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ IELTS പോയി. IELTS പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിൻ്റെ ഡേറ്റ് എടുത്തായിരുന്നു. ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വേറൊരു കസിൻ പറഞ്ഞു, IELTS ബെറ്റർ ഓപ്ഷൻ ഇരുന്നുകൊണ്ട് PT ആണ്, PT ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ PTക്ക് ജോയിൻ ചെയ്തു. എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ന്യൂസിലൻഡ് സ്കോർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം കൂടെ എഴുതി. അപ്പോൾ സെയിം ന്യൂസിലൻഡ് സ്കോറായിരുന്നു കിട്ടിയത്. അപ്പം എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു, നിനക്ക് ന്യൂസിലൻഡ് സ്കോർ ഉണ്ടല്ലോ, നിനക്ക് നേഴ്സിങ്ങിന് അവിടെ നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഫെബ് ഇൻടേക്കിലായിരുന്നു പോകാനായിട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഓഫർ ലെറ്റർ എനിക്ക് വന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെക്കാൾ ഏറ്റവും വലിയ കടമ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ നിലമായിട്ട് അപ്പോൾ പുരയുടെ ആയിട്ട് മാറ്റാനായിട്ട് ഏകദേശം 3-4 വർഷം മാക്സിമം എടുക്കും. അതെനിക്ക് ഒരു 2 മാസത്തിനുള്ളിൽ എനിക്കത് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 50-60 ലക്ഷത്തോളം എഡ്യൂക്കേഷൻ ലോൺ പാസ്സാവണമായിരുന്നു. അപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞത് മാക്സിമം 50 ലക്ഷമാണ് കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാങ്ക് മാനേജറെ കണ്ട് ഒന്നുകൂടെ ചെന്നപ്പോഴത്തേനും ആ സാറ് പറഞ്ഞിരുന്നു, തനിക്ക് ഭയങ്കര ലക്കുണ്ടല്ലോ, കാരണം 50 ലക്ഷം എന്നുള്ളത് ഇരുന്നുകൊണ്ട് 60 ലക്ഷമാക്കി അവർ സാങ്ഷൻ ചെയ്ത് എനിക്ക് തന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയുടെ കാര്യങ്ങൾ, എനിക്ക് MCOM ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നേഴ്സിങ്ങിനാകുമ്പോഴത്തേനും റിജക്ഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് വിസയ്ക്ക് കുറച്ച് ലാഗായി എന്ന് പറഞ്ഞാലും ഇരുന്നുകൊണ്ട് എനിക്ക് ലാസ്റ്റ് എനിക്ക് വിസ കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഓഫർ ലെറ്ററിൻ്റെ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി പത്രം കൊടുക്കുമായിരുന്നു. എല്ലാ മാസവും ഒരു 3-4 കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ കാശ് രൂപവും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 800ഓളം കാശ് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ കരുണക്കൊന്ത ചൊല്ലിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ബൈബിള് വായിക്കാനായിട്ട് കഴിയുന്നത്ര ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി. പിന്നെ കുമ്പസാരിക്കുന്നതാണെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ് കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അത് 2 ആഴ്ച കൂടുമ്പം അല്ലെങ്കിൽ പിന്നെ മാക്സിമം 1 മാസം അതിനുള്ളിൽ കുമ്പസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അമ്മയുടെ കാര്യം, മമ്മിക്ക് ഇടയ്ക്ക് ഷുഗറിൻ്റെയും BP-യുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഞാൻ അതും ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3ാമത്തെ ഉടമ്പടിയിലായിരുന്നു ഞാൻ അങ്ങനെ വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. ഇത്ര നൽകിയ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ലൂക്ക 1:37 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ MCOM ബിരുദധാരിയായ മകൾക്ക് നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അത് തനിക്ക് തന്നെ ചിന്തിക്കുമ്പോൾ അതൊരു ഇതെങ്ങനെ നടക്കും എന്നുള്ള ഒരു ചിന്തയിൽ ആണ് ഈ മകൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്ക് ഓരോ വഴികൾ എങ്ങനെയാണ് തുറക്കപ്പെട്ടത്, ആ വഴികൾ പലരുമായും ചിലപ്പോൾ പലരായിരിക്കാം നമ്മളോട് വന്ന് പറയുന്നത്, നിനക്കൊന്ന് അങ്ങനെ ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഓരോ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അത് അവരല്ല, അവരിലൂടെ ഈശോ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നമുക്ക് അങ്ങനെയൊക്കെ ഇതിനു മുൻപും ആ വ്യക്തികൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നവരാണ്, കസിൻസായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലരും അതിനു മുമ്പ് നമുക്കറിയാം ആ വ്യക്തികളൊക്കെ ഉണ്ടെന്നും. എന്നാൽ അന്നൊന്നും അവർ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകൾക്ക് പുറത്തേക്ക് പോകുന്നതിനുള്ള, അതിനു മുമ്പ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും തനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ പോലും കിട്ടുന്നില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം MCOM ബിരുദധാരിയായ ഈ മകൾക്ക് നേഴ്സിങ്ങിന് പോകുവാനായിട്ടുള്ള കൃപയാണ് പിന്നീട് ലഭിച്ചത്. അങ്ങനെ തൻ്റെ ആ ഒരു IELTS ഒക്കെ പാസ്സാകുവാനും അതിനുശേഷം
തങ്ങൾക്ക് നിലം ആയിരുന്നു, അത് കരഭൂമിയാക്കണമെങ്കിൽ അതിന് കുറച്ച് നാളുകൾ പിടിക്കും, വർഷങ്ങൾ തന്നെ പിടിക്കും. എന്നാൽ അതൊക്കെ വളരെ ഷോർട്ട് ടൈമിൽ എങ്ങനെയാണ് അതൊക്കെ ഈ മകൾക്ക് സാധിച്ചു കിട്ടുന്നത്, അതിന് എങ്ങനെയാണ് ഉടമ്പടി ഈ മകൾക്ക് അനുഗ്രഹമായി തീരുന്നത്, അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥന. ഈ മകൾ പറയുകയുണ്ടായി, താൻ ഇതിനു മുൻപ് തങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, അതായത് കരുണക്കൊന്ത ചൊല്ലി ജപമാലയ്ക്ക് പകരം അങ്ങനെ അങ്ങ് ഷോർട്ടാക്കുക, അതൊക്കെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തന്നെ ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷോർട്ടായിട്ട് എങ്ങനെ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തികളായിരുന്നു തങ്ങളെങ്കിൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാല പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഒന്നും തെറ്റല്ല, കരുണക്കൊന്തയോ അതൊന്നും തെറ്റല്ല, എന്നാൽ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം അതൊരു പ്രത്യേകത തന്നെയാണ്. പരിശുദ്ധ അമ്മയും അതായത് സ്വർഗവും നാമുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് ജപമാല പ്രാർത്ഥന. പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലൊക്കെ, ഫാത്തിമയിലും ലൂർദിലും ഒക്കെ അമ്മ പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനാണ്. ഇവിടെ കൃപാസനത്തിൽ അഖണ്ഡ ജപമാല റാലി, അതുപോലെ തന്നെ ജപമാലകൾ ഇവിടെ എങ്ങനെ അഖണ്ഡ ജപമാല ഇവിടെ ആരംഭിച്ചു, ആ ജപമാല പ്രാർത്ഥനയിലൂടെ ഈ കൃപാസനത്തിൽ വന്നിരിക്കുന്ന ഒരു ആസ്തിയുണ്ട്. അതാണ് നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് തന്നെ കൃപയായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ ജപമാലയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ ഇരുന്ന് ഓരോ വ്യക്തികളും ഉടമ്പടി എടുക്കാൻ വരുന്നവർ, അവരുടെ കൂടെ വരുന്നവർ, ഉടമ്പടി എടുത്തതിന് ശേഷം നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ പിന്നീട് വരുന്ന ഓരോ സന്ദർഭങ്ങളിലും എത്രയോ മക്കളാണ് ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സമ്പത്ത് നമുക്കുണ്ട്. ആ സമ്പത്താണ് നമുക്ക് നമ്മുടെ അയോഗ്യതയിൽ നാം ആയിരിക്കുമ്പോഴും നമുക്ക് കൃപയായിട്ട് ഭവിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ഈ കുടുംബം തന്നെ ജപമാലയിലേക്ക് വരുന്നതും, അതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ കുമ്പസാരത്തിനും ഈ മകൾ തന്നെ കുമ്പസാരിക്കുവാനും, വിശുദ്ധ ഗ്രന്ഥ വായന, ഇത് പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, ഇതിനൊക്കെ ഒരു മാറ്റം വരുമ്പോൾ തനിക്ക് തടസ്സമായി നിന്ന തൻ്റെ വിസയുടെ പ്രോസസ്സിങ്, അതിനൊക്കെ പിന്നീട് എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ക്ലിയർ ആകുന്നത്. താൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ കൃപാസന പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പൊതു നിരത്തുകളിലുമൊക്കെ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം 800ഓളം കാശ് രൂപങ്ങൾ തന്നെ അമ്മയുടെ മെഡൽ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി അതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ താൻ അടുത്ത് തന്നെ ഈ മാസം തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള തൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പോകുന്നതിന് മുൻപ് അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മയ്ക്ക് ഈ മകൾ സാക്ഷ്യം പറയുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് തന്നെയാണ് സാക്ഷ്യം നമ്മോട് പറയുന്നത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.